ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ അഗസ്റ്റിൻ. തിരുസഭ രൂപം കൊണ്ട 1-ാം നൂറ്റാണ്ടിൽ സഭയെ നയിച്ച മെത്രാന്മാരിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ. വിശുദ്ധ അഗസ്ത്യാനോസ് എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. AD 354 നവംബർ മാസം 13-ാം തീയതി ഉത്തര ആഫ്രിക്കയിലെ അഗാസ്തെ എന്ന സ്ഥലത്താണ് അഗസ്റ്റിൻ ജനിച്ചത്. മാതാവ് മോണിക്ക ഒരു നല്ല ഈശ്വരവിശ്വാസിയായിരുന്നുവെങ്കിലും പിതാവ് പട്രീഷ്യസ് ഒരു നിരീശ്വരവാദിയായിരുന്നു. അതിനാൽ ചെറുപ്പത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ അഗസ്റ്റിന് സാധിച്ചില്ല. അതുകൊണ്ടാകണം കാർത്തേജിൽ നിയമവിദ്യാർത്ഥിയായിരിക്കെ പാപമംഗലമായ ഒരു ജീവിതത്തിലേക്ക് അദ്ദേഹം വഴുതി വീണു. അമ്മ മോണിക്കയെ ഇതേറെ സങ്കടപ്പെടുത്തി. മകൻ എപ്പോഴും തന്നോടൊപ്പം ഉണ്ടായിരിക്കണം എന്നാഗ്രഹിച്ച ഒരമ്മയായിരുന്നു മോണിക്ക. എന്നാൽ അമ്മയെ കബളിപ്പിച്ച് അഗസ്റ്റിൻ ആഫ്രിക്കയിൽ നിന്നും റോമിലെത്തി. റോമിലും പാപപങ്കിലുമായ ഒരു ജീവിതം തന്നെയായിരുന്നു അഗസ്റ്റിൻ്റേത്. അകലെയായിരുന്ന മകൻ്റെ ചെയ്തികളെ ഓർത്ത് കരയാനും മകനു വേണ്ടി പ്രാർത്ഥിക്കുവാനും മാത്രമേ അമ്മ മോണിക്കയ്ക്ക് സാധിച്ചുള്ളൂ. അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന ക്രമേണ ഫലം കണ്ടു തുടങ്ങി. സുഖലോലപരമായ ജീവിതത്തിൻ്റെ നൈമിഷികത അഗസ്റ്റിന് ബോധ്യപ്പെട്ടു. ഈശ്വരനിൽ ആശ്രയിക്കാത്തിടത്തോളം കാലം ഹൃദയം അസ്വസ്ഥമായിരിക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ മാനസാന്തരപ്പെട്ട അഗസ്റ്റിൻ AD 387 തൻ്റെ 33-ാമത്തെ വയസ്സിൽ റോമിൽ വെച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. തൻ്റെ മകൻ്റെ ജീവിതത്തിലെ ഈ അവിസ്മരണീയ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ അമ്മ മോണിക്ക ആഫ്രിക്കയിൽ നിന്നും റോമിലെത്തിയിരുന്നു. ജ്ഞാനസ്നാനശേഷം അമ്മയും മകനും സ്വദേശത്തേക്ക് മടങ്ങവേ മാർഗമധ്യേ അമ്മ മോണിക്ക മരണമടഞ്ഞു. ആഫ്രിക്കയിൽ തിരിച്ചെത്തിയ ശേഷം അഗസ്റ്റിൻ തൻ്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊപ്പം കുറേ വർഷം ഒരു സാധാരണ ജീവിതം നയിച്ചു. ക്രമേണ അദ്ദേഹം വിശ്വാസത്തിൽ ആഴപ്പെടുകയും തൻ്റെ സ്വത്തുക്കളെല്ലാം പാപങ്ങൾക്ക് വീതിച്ചു കൊടുത്ത ശേഷം 37-ാമത്തെ വയസ്സിൽ AD 391 വൈദിക പട്ടം സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് AD 394 ഹിപ്പോ രൂപതയിലെ അന്നത്തെ മെത്രാനായിരുന്ന വലേരിയൂസിന്റെ സഹായിയായി അഗസ്റ്റിൻ ചേർന്നു. AD 396 വലേരിയൂസ് മരണമടഞ്ഞതോടെ ഹിപ്പോ രൂപതയുടെ മെത്രാനായി തൻ്റെ 41-ാമത്തെ വയസ്സിൽ അഗസ്റ്റിൻ നിയുക്തനായി. തുടർന്ന് 36 വർഷക്കാലം ഹിപ്പോ രൂപതയെ അഗസ്റ്റിൻ നയിച്ചു. AD 430 ആഗസ്റ്റ് മാസം 28-ാം തീയതി അഗസ്റ്റിൻ ഹിപ്പോയിൽ വെച്ച് മരണമടഞ്ഞു. AD 1298 സഭ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശ്വാസ വിരുദ്ധ വാദങ്ങൾക്ക് എതിരെയുള്ള ഒരു പടയോട്ടമായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതം. ഈ പടയോട്ടത്തിൽ ദൈവകൃപയാൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പണ്ഡിതനായ ഈ വിശുദ്ധൻ്റെ ജീവിത മാതൃക വിശ്വാസികൾക്ക് എല്ലാ കാലവും ഒരു മാതൃകയാവട്ടെ. ആമീൻ.